അപ്പോൾ ഇന്ന് ഞായറാഴ്ച എണീറ്റ് വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ 5:30 മണിക്ക് എണീക്കുന്നതല്ലേ, അപ്പോൾ പലിശ സഹിതം തീർക്കുന്നത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ. ഞായറാഴ്ച ദിവസം എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി ആൾക്ക് കൊടുക്കും. ഞാൻ ഇത്തിരി ചൂടുവെള്ളം കുടിക്കും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കും ആദ്യം തന്നെ, കാരണം മോൾക്ക് എണീറ്റ് വന്നാൽ ആദ്യം ചായ വേണേ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്മാവായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത പൊട്ടുപൊടി പോലെയുള്ള റവ ഉപ്മാവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ലഞ്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈസി പരിപാടിയാണ് കേട്ടോ. അതായത് നല്ലൊരു ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഏതായാലും ഇന്നൊന്ന് പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊറോട്ട കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ല, എനിക്ക് പണിയെടുക്കാൻ മടിച്ചിട്ടാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരു തലശ്ശേരി ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ നല്ല പൊറോട്ട കിട്ടും. അപ്പോൾ അതേ ഞാൻ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നമുക്കിവിടെ നല്ല മീഡിയം എരിവാണ് കേട്ടോ വേണ്ടത്. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് എനിക്കിഷ്ടം പൊറോട്ടയ്ക്കൊപ്പം ഒക്കെ. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് എരിവ് അത്ര പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും മീഡിയം എരിവിലാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി തന്നെയായിരുന്നു കേട്ടോ. റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറിക്ക് ഏകദേശം സെറ്റാക്കി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ടാണ് നമ്മളെ റൂമൊക്കെ ഒന്ന് ഒതുക്കിയിടൽ കേട്ടോ. അതുവരെ റൂമിലേക്കൊന്നും കയറുകയില്ല. പിന്നെ പതുക്കെ വന്ന് മുറിയൊക്കെ ഒതുക്കി വൃത്തിയാക്കി പിന്നെയാണ് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇതേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഓഫ് ചെയ്ത് അവിടെ മൂടി വെച്ചാണ്ടല്ലോ കഴിക്കാൻ നേരത്താകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ ആൾ പോയിട്ട് പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ. ഒരു തലശ്ശേരി ഹോട്ടലുണ്ട് ഇവിടെ, ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെയാണ് വാങ്ങിക്കാറ്. പിന്നെ ഇതേ നമ്മുടെ വേഗത്തിൽ പൊറോട്ടയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. പക്ഷേ ആൾക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആൾക്ക് ഞാൻ ഇന്നലത്തെ ചോറും കറിയൊക്കെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് വിളമ്പിയതേ ഉള്ളൂ. കാല് കുട്ടികൾക്കുള്ളതാണ്, വീഡിയോക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് വിളമ്പിയതാണ്. അപ്പോൾ അടിപൊളി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ ആൾക്കിതേ ഇന്നലത്തെ ചോറും കറിയും തൈരും ഒക്കെ കൂടിയിട്ട് ആൾക്ക് കൊടുത്തിട്ടു. ആൾക്ക് ചിക്കനും ഇഷ്ടമല്ല, പൊറോട്ട ഇഷ്ടമല്ല. പിന്നെ ഞങ്ങളിങ്ങനെ എപ്പോഴും നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന്. ഇനി ടി വി ഇല്ലെങ്കിൽ പോലും ഞങ്ങളിങ്ങനെ നിലത്തിരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എണീറ്റ് വന്ന് ഞാൻ അടുക്കള ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുത്തനിതേ മഗ് കേക്ക് ഉണ്ടാക്കട്ടെ എന്നൊരു മധുരം കഴിക്കാൻ ഒരു പൂതി എന്നും പറഞ്ഞ് അവനൊരു മഗ് കേക്ക് ഉണ്ടാക്കാൻ നിന്നിട്ടാ. മഗ് കേക്ക് അവൻ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, അടിപൊളി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതേ ചുമ്മാ വീഡിയോക്ക് വേണ്ടി ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു എന്ന് മാത്രം. ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഇപ്പോൾ. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളക്കാൻ വെച്ചു. ഇപ്പോഴും ഞാൻ ഈ പ്യൂരിഫയറിനോടൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാനിപ്പോഴും തിളപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് രാവിലെ മുറിച്ച് വെച്ച ഒരു വാട്ടർമെലൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിരുന്ന് കഴിച്ചു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ നാളത്തേക്ക് ഉഴുന്ന് അരിയിട്ടില്ലല്ലോ എന്ന്. അതും കൂടി ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം മൊബൈലും എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി കേട്ടോ.